എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ. ഇന്ന് രണ്ടോണ വിശേഷങ്ങളാണ്. ഇന്ന് ഉത്രാടും തിരുവോണമൊന്നും വീഡിയോ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. കാരണം ഞാൻ പറയാം. അമ്മേ, ഇതേ ചോറ് വെച്ചണ കണ്ടില്ലേ? അപ്പോൾ അമ്മയ്ക്കുള്ള ഭക്ഷണം ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ എന്തിനാ വെള്ളം എടുത്തേ? അപ്പം അമ്മേനെ ഓണായിട്ട് ആരും കൊണ്ടുപോയിട്ടില്ല. കാരണം അമ്മ വീട് വിട്ട് ഇറങ്ങി പോവുക. അവരോടേക്കൊക്കെ പോകുമ്പോൾ അമ്മ വീട് വിട്ട് ഇറങ്ങി പോകണ കാരണം അവർക്ക് പേടി. ഇവിടെ പോയാലും അമ്മ ചുറ്റിക്കറങ്ങി ഇവിടെ എത്തും. അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ പരിചയമുള്ളവർക്കറിയാം അമ്മ അത് എൻ്റെ അമ്മയാണ്. അതുപോലെ അമ്മേനെ പരിചയമുള്ളവരുണ്ട്. അപ്പോൾ അവർ എവിടെയെങ്കിലും നിന്നൊക്കെ തോണ്ടി പിടിച്ച് ഇവിടെ കൊടുന്നാക്കും. പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയാലേ അമ്മേനെ ആൾക്കാർക്ക് തിരിച്ചറിയില്ല ചിലപ്പോൾ. അത് കാരണം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അമ്മ അവിടെ ഉണ്ട്, പിന്നെ കുഞ്ചിയുണ്ട്. ഇവരൊക്കെ ഉള്ളപ്പോൾ എനിക്ക് ഓണായിട്ട് എങ്ങോട്ടും പോകാൻ പറ്റില്ല. വീട്ടിലിരിക്കുക തന്നെ പറ്റുള്ളൂ. ഇന്ന് വൈകിട്ട് അമ്പലത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്. അമ്പലത്തിൽ ഞാൻ പൂജയ്ക്ക് പോകണം. അമ്പലമല്ല, അവിടെ പൂജയ്ക്ക് പോകണം. അപ്പം ഇന്ന് വൈകിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ ഇന്ന് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല, ഉള്ളതുപോലെ. അപ്പോൾ എനിക്ക് തീരെ വയ്യ, 2 ദിവസമായിട്ടേ തീരെ വയ്യ മക്കളെ. അതാണ് പ്രശ്നം. അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാം മക്കളെ. ഉള്ളി സാമ്പാറും ഇഞ്ചമ്പുളിയുടെ ആളൊന്നല്ല ഞാൻ, പക്ഷേ എനിക്ക് തീരെ വയ്യ. അപ്പോൾ ഞാൻ ഇതൊന്ന് ചൊടിക്ക് എനിക്ക് ഇഞ്ചമ്പുളി ഒന്ന് തൊട്ട് നോക്കണം തോന്നിയ കാരണം എടുത്തതാണ്. പിന്നെ പപ്പടം. ഇനിയിപ്പോൾ ഈ ചോറ് എനിക്ക് കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു കയ്യിൽ ചോറ് എടുത്തിട്ടുള്ളൂ. ഇത് കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് ഭയങ്കര ക്ഷീണം. 2 ദിവസമായി ഉത്രാടം തിരുവോണമായിട്ട് ഞാൻ പച്ചവെള്ളം കുടിച്ചിട്ടില്ല. എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. കഴിക്കുമ്പോൾ അപ്പോൾ ഛർദി ഓക്കാനും വരിക. ഭക്ഷണത്തിനോടൊന്നും ഒരു ഇഷ്ടം തോന്നുന്നില്ല. എപ്പോഴും കിടക്കണം, എപ്പോഴും ഇങ്ങനെ വിശ്രമിക്കണം, കിടക്കണം എന്നുള്ളൊരു വിചാരം. എന്നാലും ഇന്നലെ തിരുവോണമായി കാരണം എല്ലാവരും വരില്ലേ, ഗംഗന്മാരൊക്കെ നമ്മൾക്ക് ഉണ്ണാൻ വരില്ലേ. അപ്പോൾ ഒക്കെ ഞാൻ വെച്ചൊരുക്കി. പക്ഷെ ഞാനൊന്നും കഴിച്ചില്ല. അത്ര ക്ഷീണമുണ്ട് എനിക്ക്. പിന്നാണ് കുറച്ച് എനിക്കൊരു മാറ്റം ഉണ്ടായത്. അപ്പോൾ കുറച്ച് ചോറുണ്ണാൻ പൂതി. അപ്പോൾ എടുത്തിരിക്കുകയാണ്. കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം ഞാൻ കഴിച്ച് നോക്കാം. എനിക്ക് കുറച്ച് പ്രയാസങ്ങളുണ്ട് മക്കളെ. കാരണം ഈ അമ്പലത്തിൽ വെള്ളം കയറിയതൊക്കെ ഞാൻ ദേവിമാരെയൊക്കെ ഞാൻ മാറ്റിയിരുത്തി. ഇനി എനിക്ക് ഈ അമ്പലം ഞാൻ വിചാരിച്ച നിലയിലെത്തിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഭയമുണ്ട്. ചെറിയ സാമ്പത്തികമായിട്ട് എൻ്റെ കയ്യിലൊന്നുമില്ല. പിന്നെ എൻ്റെ ചാനൽ കാണുന്ന നല്ല മനസ്സുള്ളവർ ഒരു ക്ഷേത്രത്തിന് വേണ്ടിയല്ലേ എന്ന് വിചാരിച്ച് സഹായിച്ചാൽ മാത്രമേ എനിക്കിതൊന്ന് നിറവേറ്റി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റേതായ പ്രയാസമൊക്കെ ആയിരിക്കാം, പറയാൻ പറ്റില്ല. എന്തോ ആവട്ടെ, എല്ലാം നേർവേറും ഭംഗിയാവും. ഭഗവതി കൂടിയുള്ളപ്പോൾ ഒക്കെ നന്നാവും എന്ന് നമ്മൾ വിചാരിക്കുക. അതിന് മുന്നോട്ട് പോവുക. കാരണം നമ്മുടെ വീട് എങ്ങനെയായാലും പറമ്പ് എങ്ങനെയായാലും ഒന്നും കുഴപ്പമില്ല. പക്ഷെ അമ്പലം അതെനിക്ക് ബുദ്ധിമുട്ടാണ്. അത് നല്ല നിലയിലല്ലെങ്കിൽ എനിക്ക് വളരെ പ്രയാസമാണ്. അമ്പലം ഭക്തർക്ക് വന്നിരുന്ന് അവരുടെ ദുഃഖം ദുരിതമൊക്കെ പറയാനും പ്രാർത്ഥിക്കാനുള്ള ഇടം. അപ്പോൾ ഇവിടെ ഇരിക്കാനും പറ്റില്ല, നിൽക്കാനും പറ്റില്ല. വെള്ളം കയറി എടുക്കുമ്പോൾ അതൊരു പ്രയാസമല്ലേ മക്കളെ. അപ്പോൾ അതൊന്ന് നന്നാക്കണം. അതൊന്ന് നന്നായി കിട്ടിയാൽ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ ആകെ തളർച്ച എനിക്ക്.
കേൾക്കാൻ പറ്റില്ല. എൻ്റെ ഓണാക്കിയതാ മക്കളെ. കാരണം നമുക്ക് എവിടേക്കും ഓടിപ്പോകാൻ പറ്റില്ല. നമ്മുടെ ജീവിതം ഒരു വീടിൻ്റെ ഉള്ളിൽ തളച്ചിരിക്കുക. അതുകൊണ്ട് നമുക്ക് എവിടേക്കും പോകാൻ പറ്റില്ല. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവണം എപ്പോഴും. അത് മക്കളെ, 2 വറ്റ് പ്ലെയിൻ തിന്നാൻ പറ്റിയല്ലോ, എന്നെ ഭാഗ്യം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ബെല്ല് ബട്ടൺ ചൂന്നിട്ട് ഒന്ന് അമർത്തിയിട്ടില്ലെങ്കിൽ മാത്രം ഒരേ ഒരു പ്രാവശ്യം. നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കും.